ലൂണ ഗ്രാമത്തിലെ തന്റെ സുഹൃത്തുക്കളായ എലീസയോടും ആദിയോടും ഒപ്പം നടന്നു നീങ്ങുകയായിരുന്നു. ഗ്രാമത്തെ ആകെ മഞ്ഞു മൂടുന്നത് പോലെ അവർക്ക് തോന്നി. മഞ്ഞു മൂടി ഗ്രാമത്തിലെ എല്ലാ വീടുകളും അപ്രത്യക്ഷമാകുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഗ്രാമത്തിലെ വഴിയോരങ്ങളിൽ വരെ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്ന് അവർ ഓടാൻ തുടങ്ങി. ഓടി അവർ ഒരു കാട്ടിലേക്ക് എത്തി. ഒരു ക്ലോക്ക് ടവർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ടവറിന്റെ കവാടത്തിലൂടെ അവർ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോഴാകട്ടെ നിറയെ ഘടികാരങ്ങൾ. എല്ലാ ഘടികാരത്തിലും 12 മണിയായിരുന്നു സമയം. എന്നാൽ ഒന്നിൽ മാത്രം അതായിരുന്നില്ല സമയം. ലൂണ ആ ഘടികാരത്തിന്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അവിടെ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. രൂപം പറഞ്ഞു, സമയം നിൽക്കുമ്പോൾ എല്ലാം മായും എന്ന്. കേട്ട് അല്പം ഭയത്തോടെ അവർ മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് അവരെ ഒരു വായു വലിച്ച് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. ആ ലോകത്തിനാകെ മറ്റൊരു നിറമായിരുന്നു. സഞ്ചരിക്കുന്ന കല്ലുകളും ഒപ്പം അവിടെ ഒരു പ്രകാശഗോപുരവും. അവർ ആ പ്രകാശമുള്ളിടത്തേക്ക് നടന്നു നീങ്ങി. ആ പേടിപ്പെടുത്തുന്ന നിഴൽ അവിടെയും പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് ആദിയും എലീസയും ഭയന്നു. എന്നാൽ ലൂണ ഒട്ടും ഭയന്നില്ല. പകരം അവൾ അവളുടെ പരമാവധി ശക്തിയെടുത്ത് അലറാൻ തുടങ്ങി. അവളുടെ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ ക്ലോക്ക് ടവറിലും പലതും സംഭവിച്ചു. അവിടുത്തെ മെഷീനുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. മെഷീനുകൾ നശിച്ചപ്പോൾ അവർക്ക് അവരുടെ ലോകം തിരിച്ചു കിട്ടി. ലൂണ സന്തോഷത്തോടെ ആകാശത്തേക്ക് നോക്കി. എന്നാൽ ആ നിഴൽ വീണ്ടും അവരെ പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നി. ചിലപ്പോൾ അത് അവളുടെ തോന്നലാകാം. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.